നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 619th day. Today 11th sloka of Pradhamaskandam 4th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 619 ദിവസം. പ്രഥമസ്കന്ധം 4ാം അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം. നമന്തി യത്പാദനികേതമാത്മന ശിവായ ഹാനീയധനാനി ശത്രവ കഥം സ വീര ശ്രിയമംഗദുസ്ത്യജാം യുവേഷതോത്സൃഷ്ടുമഹോ സഹാസുഭി. ഓം തത്സത്. നമന്തി യത്പാദനികേതമാത്മന ശിവായ ഹാനീയധനാനി ശത്രവ കഥം സ വീര്യം ശ്രിയമംഗദുസ്ത്യജം യുവൈഷതോത്സൃഷ്ടുമഹോ സഹാസുഭി. ഓം തത്സത്. പദം പിരിക്കേണ്ടത് നമന്തി യത് പാദനികേതനം ആത്മന ശിവായ ആനീയ ശിവായ ഹ ആനീയ ധനാനി ശത്രവ കഥം സവീര ശ്രിയമംഗ ദുസ്ത്യജ യുവ ഐഷത ഉത്കൃഷ്ട അഹോ സഹാസുഭി. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. നമന്തി എന്ന് പറഞ്ഞാൽ നമിക്കുന്നു. യത് പാദനികേതം ആരുടെ യാതൊരുവൻ്റെ ചരണപീഠത്തെ പങ്കജത്തെ ചരണപീഠത്തെ ആത്മന ആത്മാവിൻ്റെ ശിവായ മംഗളത്തിനായിക്കൊണ്ട് ഹാനീയ ഹ ആനീയ അങ്ങനെയാണ് പറയേണ്ടത്. ഹ എന്ന് പറഞ്ഞാൽ സ്പഷ്ടമാകും വണ്ണം, ആനീയ കൊണ്ടുവന്നിട്ട്, ധനാനി ധനത്തെ, ശത്രുക്കൾ, കഥം സ വീര കഥം പറയുന്നു. എങ്ങനെ കഥം എന്ന് പറഞ്ഞാൽ എങ്ങനെ വീരൻ ശൂരനും അതായത് സഹ എന്ന് പറഞ്ഞാൽ പ്രാണങ്ങളോടുകൂടെ ദുസ്ത്യജാം ഉപേക്ഷിക്കാൻ ശ്രീയായിട്ടുള്ള ശ്രീയം എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തെ, ഉത്സൃഷ്ടം ഉപേക്ഷിക്കാനായിക്കൊണ്ട്, യുവ ഉത്സൃഷ്ടം, അഹോ അയ്യോ ആശ്ചര്യം, അഹോ എന്ന് പറഞ്ഞാൽ ആശ്ചര്യം, ഐഷത എന്ന് പറഞ്ഞാൽ ഇച്ഛിച്ചു. എങ്ങനെയാണ് ഇത്രയും മഹത്തരമായിട്ടുള്ള യൗവനയുക്തനായിട്ടുള്ള ശത്രുക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ ചരണപീഠത്തെ അവരവരുടെ ക്ഷേമത്തിനു വേണ്ടി ധനങ്ങളെ കൊണ്ടുവന്ന് സമർപ്പിച്ച് നമസ്കരിക്കുന്നു. അത്ര ശൂരനും യൗവനയുക്തനുമായിട്ടുള്ള ആ മഹാരാജാവ് ഉപേക്ഷിക്കാൻ കഴിയാത്തതായിട്ടുള്ള മംഗളകരമായിട്ടുള്ള ആ രാജ ഐശ്വര്യത്തെ പ്രാണങ്ങളോടുകൂടി, സഹ എന്ന് പറഞ്ഞാൽ പ്രാണങ്ങളോടുകൂടി, അസുബി സഹ പ്രാണങ്ങളോട് കൂടെ, സഹ എന്ന് പറഞ്ഞാൽ പ്രാണം, അസുബി സഹ എന്ന് പറഞ്ഞാൽ പ്രാണങ്ങളോട് കൂടെ, ദുസ്ത്യജ ഉപേക്ഷിപ്പാൻ കഴിയാത്തതായിട്ടുള്ള, ത്യജിക്കാൻ പ്രയാസമായിട്ടുള്ള ആ പ്രാണത്തെ ഇങ്ങനെ ത്യജിക്കാൻ ആഗ്രഹിച്ചു. എന്തുകൊണ്ട് ആഗ്രഹിച്ചു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അതായത് അത്രയ്ക്കും മഹത്തരമായിട്ടുള്ള ആ മഹാനായിട്ടുള്ള മഹാരാജാവ് ശത്രുക്കളൊക്കെ ധനങ്ങൾ കൊണ്ടുവന്ന് നമിക്കുന്ന ആ പാദപീഠമുള്ള ആ മഹാരാജാവ്, ചക്രവർത്തിയായിട്ടുള്ള മഹാരാജാവ് ഇത്രയും ത്യജിക്കാൻ കഷ്ടമായിട്ടുള്ള തൻ്റെ ആത്മാവിനെ ഇങ്ങനെ ത്യജിക്കാൻ എന്തുകൊണ്ട് സന്നദ്ധനായി
എന്ന് ചോദിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. നമന്തി യത്പാദനികേതമാത്മന ശിവായ ഹാനീയ ധനാനി ശത്രവ കഥം സ വീരശ്രിയമംഗദുസ്ത്യജാം യുവൈശതോത്കൃഷ്ടമഹോ സുഹാസുഭി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.